എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മഷ്റൂം മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മഷ്റൂം മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ ഞാനിവിടെ 2 സവോള ചെറുതായി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവോള ഇവിടെ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതിയാവും. അതല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 2 തക്കാളിയെങ്കിലും ഈ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കി ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഈ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതാണ് മഷ്റൂം മസാല ദോശയ്ക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. പൊടികളെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ മഷ്റൂം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ഗ്രേവി എല്ലാം ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ അരയേണ്ട, നല്ല തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു സൈഡിലേക്ക് തന്നെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ദോശ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം ഈ ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ദോശയുടെ നടുക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കോൺ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മഷ്റൂം മസാല ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.